ഇടുക്കിയിലെ ശാന്തംപാറയിലാണ് റിജോഷും ഭാര്യ ലിജിയും താമസിച്ചിരുന്നത്. റിജോഷിന് 35 വയസ്സാണ്, ലിജിക്ക് 29 വയസ്സും. ഇവർ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. വീട്ടുകാരുടെ എതിർപ്പ് ശക്തമായതോടെ റിജോഷ് ലിജിയെയും കൊണ്ട് ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ച് ശാന്തംപാറയിൽ താമസമാക്കിയതാണ്. ഇവർക്കിപ്പോൾ 3 മക്കളുമായി, ഒരാണും 2 പെണ്ണും. എല്ലാം ചെറിയ മക്കളാണ്. റിജോഷിനാണെങ്കിൽ ശാന്തംപാറയിലെ മഷ്റൂം ഹട്ട് എന്ന് പറയുന്ന ഫാം ഹൗസിലാണ് ജോലി. ഈ മഷ്റൂം ഹട്ടിൻ്റെ മുതലാളി ഒരു നല്ല മനുഷ്യനാണ്. അതിലുപരി അദ്ദേഹം വലിയൊരു മൃഗസ്നേഹിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ മുതലാളി ഒരുപാട് ടൈപ്പ് മൃഗങ്ങളെയൊക്കെ ഈ ഫാം ഹൗസിലേക്ക് കൊണ്ടുവന്നു. ഈ വലിയ ഫാം ഹൗസിന് ചുറ്റും ഏലത്തോട്ടങ്ങളാണുള്ളത്. വിനോദസഞ്ചാരികളൊക്കെ ഈ ഫാം ഹൗസ് കാണാനായിട്ട് വരും. ഏതാണ്ട് 5 ഏക്കറിലാണ് ഈ ഒരു ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റുമുള്ള ഏലത്തോട്ടങ്ങളിൽ ആ നാട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമാണ് മുതലാളി ജോലി കൊടുത്തിരുന്നത്. അത് മുതലാളിയുടെ ഒരു സന്മനസ്സായിരുന്നു. കാരണം ആ നാട്ടിലെ തന്നെ കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് ഉപജീവനമാകുമല്ലോ. തുടക്കത്തിൽ റിജോഷ് ഫാം ഹൗസിൽ ജോലിക്ക് കയറിയിരുന്നു. പിന്നീട് ലിജിക്കും ആ ഏലത്തോട്ടത്തിൽ ഒരു പണിയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഭാര്യ തോട്ടത്തിലും ഭർത്താവ് ഫാം ഹൗസിലുമാണ്. ഇവർക്ക് ഇവിടേക്ക് ജോലിക്ക് വരാനും പോകാനും എന്തുകൊണ്ടും സൗകര്യവുമാണ്. കാരണം ഈ മഷ്റൂം ഹട്ടിൻ്റെ കുറച്ച് മാറിയിട്ടാണ് ഇവരുടെ വീടുള്ളത്. അങ്ങനെ ഉള്ളതുകൊണ്ട് വലിയ അല്ലലും അലച്ചിലും ഒന്നുമില്ലാതെ ഇവരും മക്കളും സന്തോഷമായി ഇങ്ങനെ കഴിഞ്ഞു പോരുകയാണ്. ഫാം ഹൗസിലെ ജോലി ആയതുകൊണ്ട് റിജോഷ് വെളുപ്പാങ്കാലം 3 മണിയൊക്കെ ആകുമ്പോഴേ ഫാം ഹൗസിലേക്ക് പോകും. പിന്നീട് 7:30-8 മണിയോടെയാണ് ലിജി തോട്ടത്തിലേക്ക് പോകുന്നത്. ആ സമയം തനിക്കും ഭർത്താവിനുമുള്ള കാപ്പിയും ചോറുമൊക്കെ ലിജി കൂടെ കൊണ്ടുപോകും. തിരിച്ച് ഇവരൊരുമിച്ചാണ് വീട്ടിലേക്ക് മടക്കം. റിജോഷ് വെളുപ്പിന് എണീക്കുന്നതിന് മുമ്പ് തന്നെ ലിജി എഴുന്നേക്കും. എന്തിനെന്നാൽ തണുപ്പത്ത് ഭർത്താവിന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലിജി എഴുന്നേക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവും കരുതലുമാണ് ലിജിക്ക് ഭർത്താവിനെ. ആ ഒരു പ്രദേശമെന്ന് പറയുന്നത് പൊതുവെ മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ലിജിക്ക് ആസ്മയുടെ ചില ബുദ്ധിമുട്ടും ഇടയ്ക്കിടയ്ക്ക് വരും. റിജോഷ് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും പാവം ലിജി ആ തണുപ്പത്ത് കട്ടൻ കാപ്പി ഇടാനായിട്ട് അതിരാവിലെ എഴുന്നേൽക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിജി പതിവ് പോലെ ഭർത്താവിന് കട്ടൻ കാപ്പി ഇടാനായിട്ട് രാവിലെ എഴുന്നേറ്റു. കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി മുറിയിലെ ലൈറ്റ് ഇട്ടപ്പോഴാണ് ലിജി ഞെട്ടിപ്പോയത്. ലിജി വായും പുലർന്നിങ്ങനെ നിന്നുപോയി. എന്തായിരിക്കും ലിജിയുടെ ഈ ഞെട്ടലിന് കാരണം? പിന്നീട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. റിജോഷ് ഒരു മൃഗസ്നേഹിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് മുതലാളി ഏലത്തോട്ടത്തിൽ ജോലി കൊടുക്കാതെ ഫാം ഹൗസിലേക്ക് അയാളെ നിയമിച്ചത്. അയാൾ അത് വളരെ ഭംഗിയായി ചെയ്യുമായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ റിജോഷിനെയും ലിജിയെയും വലിയ ഇഷ്ടവുമാണ്. പക്ഷേ ലിജിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സഹതാപവും ഉണ്ട്. അതിന് കാരണം റിജോഷ് തന്നെയാണ്. അയാൾക്ക് ഒരു ദുശ്ശീലമുണ്ടായിരുന്നു, മദ്യപാനം. ഫാം ഹൗസിലെ പണിക്കിടയിലും റിജോഷ് മദ്യപിക്കുന്നത് കണ്ടുവന്ന് ചില തൊഴിലാളികളൊക്കെ ലിജിയോട് വന്ന് പറയും. ലിജി ഇതും ചോദിച്ച് റിജോഷുമായിട്ട് വീട്ടിൽ വന്ന് നല്ല വഴക്കും കൂടും. ലിജി കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളോട് വീട്ടിലെ വഴക്കും ഈ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. ഒരു ദിവസം ലിജി ജോലിക്ക് എത്തിയപ്പോൾ ആകെ ഇങ്ങനെ മുഖമൊക്കെ വാടിയിരിക്കുകയാണ്. കാര്യം എന്തെന്ന് കൂടെയുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ ലിജി പറഞ്ഞു, ഇന്നലെയും കുടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഈ ജോലിക്ക് വരാൻ താല്പര്യമില്ല എന്നും പകരം സ്വന്തമായിട്ടൊരു ഫാം ഹൗസ് തുടങ്ങണമെന്നൊക്കെ ആണ് അയാൾ പറയുന്നത്. അയാൾ ഇതും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നും 50,000 രൂപ ഇപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത്. അതിന് എൻ്റെ വീട്ടിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് ലിജി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. എല്ലാവർക്കും വളരെ സങ്കടം തോന്നി. പാവം ലിജി, അവൾ കൂട്ടിയാൽ കൂടുന്ന വലിയ കാര്യവുമാണോ ഈ റിജോഷ് ചോദിക്കുന്നത്? എല്ലാവർക്കും ലിജിയോട് സഹതാപം തോന്നി. അവളെ സമാധാനപ്പെടുത്തി. എല്ലാം ശരിയാവും ലിജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പിണക്കവും ഇണക്കവുമായിട്ട് ഇവരുടെ ഈ ജീവിതം ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോഴാണ് പതിവ് പോലെ അതിരാവിലെ കട്ടൻ കാപ്പി ഇടാൻ ലൈറ്റിട്ട് എഴുന്നേറ്റ് ലിജി ആ കാഴ്ച കാണുന്നത്. രാത്രി തൊട്ടടുത്ത് കിടന്നുറങ്ങിയ ഭർത്താവ് റിജോഷ് ആ മുറിയിലില്ല.
മാത്രവുമല്ല അയാളുടെ ഒരൊറ്റ സാധനങ്ങളും മുറിയിലില്ല. ചുമരിൽ പിള്ളേരുടെ കളർ പെൻസിൽ കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്, എന്നെ അന്വേഷിക്കണ്ട, ഞാൻ പോവുകയാണ്, നീ മക്കളുമായിട്ട് ജീവിച്ചോ എന്ന്. ലിജിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ലിജി കരഞ്ഞ് തളർന്നങ്ങ് ഇരിപ്പായി. ഈ വിവരം ആ നാട്ടിലെ ആൾക്കാരൊക്കെ അറിഞ്ഞു. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ലിജിയെ ആശ്വസിപ്പിക്കാൻ ആ വീട്ടിലേക്കെത്തി. എല്ലാവരും ചോദിച്ചു, വീണ്ടും വല്ല പ്രശ്നവും ഉണ്ടായോ ലിജി? ലിജി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 50,000 രൂപ വേണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് വഴക്കിട്ടിരുന്നു. അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലോ. അത് എന്നെക്കൊണ്ട് ഒപ്പിച്ച് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വഴക്കായി. അന്നേരത്തെ ദേഷ്യത്തിൽ നിങ്ങളൊന്ന് ഒഴിഞ്ഞു തന്നെങ്കിൽ ഞാനും മക്കളും സമാധാനത്തോടെ ജീവിച്ചേനെ എന്നൊരു വാക്ക് എൻ്റെ വായിൽ നിന്നും അറിയാതെ വീണു. പക്ഷേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഇങ്ങനെ എഴുതി വെച്ച് ഇയാൾ ഇറങ്ങി പോകുമെന്ന് ഞാൻ കരുതിയില്ല. പോയതുപോലെ തിരിച്ചു വരുമെന്ന് എല്ലാവരും ലിജിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ലിജിയുടെ ഫോണിൽ റിജോഷി എവിടെ നിന്നോ വിളിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട് വരില്ലടി, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, എന്നെ അന്വേഷിച്ച് നീ അങ്ങോട്ടൊന്നും വന്നേക്കരുത് എന്ന് പറഞ്ഞ് അയാൾ ഫോണും കട്ട് ചെയ്തു. ലിജി ആകെ തകർന്നു പോയി. റിജോഷി വിളിച്ചിങ്ങനെയൊക്കെ പറഞ്ഞത് ലിജി എല്ലാവരോടും പറഞ്ഞു. ലിജിയെയും മക്കളെയും നോക്കാൻ മടിച്ച് അവൻ മുങ്ങിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാലും കുറേ കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് ലിജിയോട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ 3 കുഞ്ഞു മക്കളുമായിട്ട് ലിജിയുടെ ജീവിതം ഇങ്ങനെ നീങ്ങുകയാണ്. ഇവരുടെ പ്രേമവിവാഹമായതുകൊണ്ട് സഹകരിക്കാതെ മാറി നിന്ന വീട്ടുകാരൊക്കെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് മക്കളൊക്കെ ആയപ്പോൾ വന്ന് സഹകരിച്ചിരുന്നു. റിജോഷിൻ്റെ ഈ പിണങ്ങിപ്പോക്ക് അയാളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം അറിഞ്ഞു. അവർ വന്ന് ലിജിയോട് അന്വേഷിച്ചപ്പോഴും ലിജി ഈ പ്രശ്നങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവർക്കത് അങ്ങോട്ട് വിശ്വസിക്കാനായില്ല. കാരണം റിജോഷി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അയാളുടെ 3 മക്കളെയാണ്, പ്രത്യേകിച്ചും ആ 2 വയസ്സുള്ള ഇളയ മകൾ ജോവാനെ. അപ്പോൾ ആ മക്കളെ ഇത്ര നിഷ്കരണം കളഞ്ഞിട്ട് പോകാൻ റിജോഷിന് എന്തായാലും പറ്റില്ല. കൂടാതെ എന്ത് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടായാലും റിജോഷ് വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ലിജി പറയുന്നത് പോലെ റിജോഷ് തികഞ്ഞ മദ്യപാനിയുമല്ല. ഫാം ഹൗസ് തുടങ്ങണമെന്ന് സ്വന്തം വീട്ടിൽ വിളിച്ച് അറിഞ്ഞിട്ടുമില്ല. ആകെക്കൂടി റിജോഷിൻ്റെ സഹോദരങ്ങൾക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അവർ നേരെ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടു. പോലീസ് ലിജിയെയും മക്കളെയും കാണാൻ ആ വീട്ടിലെത്തി. ചുമരിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണ്. ലിജി എല്ലാവരോടും പറഞ്ഞത് തന്നെ പോലീസിനോടും പറഞ്ഞു. പോലീസ് റിജോഷിൻ്റെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ആ ടവർ ലൊക്കേഷൻ ശാന്തമ്പാറയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതായത് റിജോഷ് ആ പരിസരം വിട്ട് എങ്ങും പോയിട്ടില്ല. പോലീസ് തൊഴിലാളികളെയൊക്കെ വിളിച്ച് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ചില തൊഴിലാളികൾ അവർക്ക് തോന്നിയ സംശയങ്ങളെപ്പറ്റി പറഞ്ഞു. അതെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് പോലീസ് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ തുടങ്ങി. പോലീസ് പട്ടി നേരെ ഓടിയത് മഷ്റൂം ഹട്ടിലേക്കാണ്. ഒരു കുളത്തിനരികെ ഒരു മണൽക്കൂനയ്ക്ക് മുന്നിൽ പട്ടി അങ്ങ് നിലയുറപ്പിച്ചു. ഈ മണൽക്കൂന പോലീസ് പതുക്കെ ആൾക്കാരെ കൊണ്ട് ഇളക്കി മാറ്റിയപ്പോഴാണ് വല്ലാത്തൊരു ദുർഗന്ധം അടിക്കുന്നത്. കുറച്ചുകൂടി താഴ്ത്തി മണ്ണിളക്കിയപ്പോഴാണ് ഒരു പഴകിയ ചാക്ക് കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തുന്നത്. ചാക്ക് പുറത്തെടുത്ത് അഴിച്ചു നോക്കിയപ്പോൾ സകലരും ഞെട്ടി. അതിനകത്ത് റിജോഷിൻ്റെ ജീർണിച്ച നിലയിലുള്ള ശരീരം, അതും പാതി വെന്ത രീതിയിൽ കിടക്കുകയാണ്. ഉടൻ തന്നെ ലിജിയുടെ വീട്ടിലേക്ക് 2 പോലീസുകാരെത്തി. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ലിജിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാണ്. അവരവിടെ എത്തിയപ്പോഴേക്കും ലിജി ആ വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞു. മൂത്ത 2 കുട്ടികളെയും ആ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് ആ സ്ത്രീ ഇളയ കുഞ്ഞിനെ മാത്രം എടുത്തുകൊണ്ടാണ് കടന്നു പോയിരിക്കുന്നത്. പോലീസ് അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇങ്ങനെ ഊർജിതമാക്കി. അപ്പോഴാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിന് ഒരു വിവരം കിട്ടുന്നത് ലിജി മുംബൈയിലുണ്ടെന്ന്. മുംബൈയിലേക്ക് എത്തിയ പോലീസ് ടീം അവിടെയുള്ള ഒരു ഹോട്ടലിൽ ജീവനൊടുക്കാൻ എന്തോ കഴിച്ച നിലയിൽ ലിജിയെയും കുഞ്ഞിനെയും കണ്ടെത്തി. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുഞ്ഞ് ജോവാൻ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ലിജിയാണെങ്കിൽ അപകടനില തരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് അവളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടുന്നത്. നടന്നത് ഇതാണ്. മഷ്റൂം ഹട്ടിലേക്ക് പഴയ മാനേജർ മാറിയ ശേഷം ഒരു പുതിയ മാനേജർ എൻട്രി ആവുകയാണ്.
അയാളുടെ പേര് വസീം. വസീം ഒരു അവിവാഹിതനാണ്. 32 വയസ്സുണ്ട്. ഇയാൾ തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. ലിജിയെ കണ്ട മാത്രമേ തന്നെ വസീമിനങ്ങ് ഇഷ്ടപ്പെട്ടു. 3 മക്കളുണ്ടെന്ന് പറയുകയേ ഇല്ല ലിജിയെ കണ്ടാൽ. വസീം സ്നേഹിച്ചത് ലിജിയുടെ മനസ്സിനെയല്ല, ശരീരത്തിനെയാണ്. ലിജിയുമായി ഇയാൾ നല്ലൊരു പരിചയം ആദ്യം തന്നെ ഉണ്ടാക്കി. ആ പരിചയം പിന്നീട് കൂടുതൽ അടുപ്പത്തിലേക്കായി മാറി. വസീം ഇതിനിടയ്ക്ക് റിജോഷിനെയും കൈക്കലാക്കി എടുക്കുകയാണ്. മദ്യപിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഇയാൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു റിജോഷിനെ കയ്യിലെടുക്കാൻ. റിജോഷിനെ മനഃപൂർവ്വം മദ്യപിച്ച് പൂസാക്കി കിടത്തുകയാണ് വസീം പിന്നെ ചെയ്യുന്ന പണി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. വല്ലപ്പോഴും മദ്യപിച്ചു കൊണ്ടിരുന്ന റിജോഷിനെ ഇയാൾ ഡെയിലി മദ്യപിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ലിജി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എല്ലാവരോടും ഭർത്താവിനെതിരെ പറഞ്ഞുകൊണ്ട് നടന്നു. ഇതൊന്നും റിജോഷിനോട് ചോദിക്കരുതെന്നും നിങ്ങളോട് പറയുന്നെന്ന് അയാൾ അറിഞ്ഞാൽ അയാൾ എന്നെ തല്ലി കൊല്ലുമെന്നൊക്കെ മറ്റുള്ളവരോട് പറയുകയാണ്. അത് പേടിച്ചിട്ട് ആരും റിജോഷിനോട് ഒന്നും ഉപദേശിക്കാനോ ചോദിക്കാനോ ഒന്നും പോയിട്ടുമില്ല. റിജോഷിൻ്റെ വീട്ടിലേക്ക് ഈ വസീം ഇടയ്ക്കിടയ്ക്ക് വരും. അവിടെ വന്ന് റിജോഷിനെ കുടിപ്പിച്ച് കിടത്തിയ ശേഷം വസീം ലിജിയുമായിട്ട് കഴിയുമായിരുന്നു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയും പോലെ റിജോഷ് രണ്ടിനെയും ഒരിക്കൽ കൈയോടെ പൊക്കുകയാണ്. റിജോഷ് ആദ്യമായിട്ട് അന്ന് ഭാര്യയെ കണക്കിന് മർദ്ദിച്ചു. പിറ്റേന്ന് തന്നെ ഇവർ 2 പേരും റിജോഷിനെ തട്ടണമെന്ന ഒരു തീരുമാനവും എടുത്തു. ഭാര്യയെ കാമുകനൊപ്പം പിടിച്ചതോടെ റിജോഷ് വിഷമവും ദേഷ്യവും കാരണം ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി. 19 നവംബർ 19 രാവിലെ റിജോഷിനെ ഫേസ് ചെയ്യാൻ മടിച്ചിരുന്ന വസീം രണ്ടും കൽപ്പിച്ച് ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഫാം ഹൗസിലേക്ക് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. വസീമിനെ കണ്ടതും റിജോഷിന് കലി കയറി. മാനേജരല്ലേ എന്ന് കരുതി അയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നു. അപ്പോൾ വസീം പറയുകയാണ്, റിജോഷേ, നീ വിചാരിക്കും പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എനിക്ക് ലിജിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നിനക്ക് സമാധാനക്കേടായി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നുമില്ല. എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു ജോലിയിലേക്ക് അടുത്ത് പോവുകയാണ്, മറ്റൊരു ജോലി സ്ഥലത്തിലേക്ക് പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒന്ന് കൂടാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നമ്മൾക്കിടയിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നമുക്കൊന്ന് ആഘോഷിക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ റിജോഷിനൊന്ന് സമാധാനമാവുകയാണ്. എന്തായാലും ഇയാൾ ഇവിടെ നിന്ന് പോവുകയാണല്ലോ എന്ന്. വസീം റിജോഷിനെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. കണക്കറ്റ് കുടിച്ച റിജോഷ് തലകുത്തനെ തറയിലേക്ക് വീഴുകയാണ്. ഇതായിരുന്നു വസീമിനും വേണ്ടത്. അയാൾ ബോധമറ്റ് കിടന്ന ആ മനുഷ്യൻ്റെ തലയിൽ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്തൊഴിച്ചു. റിജോഷാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. വസീം തീപ്പട്ടി ഉരച്ച് ശരീരത്തിലേക്ക് ഇട്ടതും റിജോഷ് വേദന കൊണ്ട് ഞെട്ടി ഉണർന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അയാൾ ഒരു കമ്പി കൊണ്ട് തീ പിടിച്ച് ഓടിയ റിജോഷിൻ്റെ തലയ്ക്ക് അടി കൊടുത്ത് അടിച്ച് വീഴ്ത്തുകയാണ്. അയാൾ അവിടെ വീണു. റിജോഷിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. വസീം പിന്നെ ചെയ്തതെന്തെന്നാൽ ആ കുളത്തിനരികെ ഒരു കുഴിയെടുക്കുകയാണ്. അതും വലിയ താഴ്ചയിലല്ല, ഒരു 6 അടി കഷ്ടി താഴ്ചയിൽ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ചാക്കിലാക്കി കെട്ടിയ റിജോഷിൻ്റെ ശരീരം ആ കുഴിയിലേക്കിട്ട് മണ്ണ് മൂടി. ഈ നടന്ന സംഭവമെല്ലാം വസീം പിന്നീട് ലിജിയെ വിളിച്ചറിയിച്ചു. പിന്നെയുള്ള നാടകമെല്ലാം തകർത്തഭിനയിച്ചത് ലിജിയാണ്. താനുമായി ഭർത്താവ് നിരന്തരം പൈസയ്ക്ക് വേണ്ടി വഴക്കിടുന്നെന്നും സഹികെട്ട് വായിൽ നിന്നും വീണ ഒരു വാക്കും പിടിച്ച് ഭർത്താവ് തന്നെയും 3 മക്കളെ ഉപേക്ഷിച്ച് രാഖിരാമാന നാട് വിട്ടെന്നും അവളിങ്ങനെ പ്രചരിപ്പിച്ചു. ചുമരിൽ റിജോഷ് എഴുതും പോലെ എഴുതിയത് ഈ ലിജി തന്നെയായിരുന്നു. അയാളുടെ തുണികളും അവൾ അവിടെ നിന്ന് മാറ്റി. പിടി വീഴുമെന്ന് മനസ്സിലായതോടെ ഇവള് കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ട് മുംബൈയിലെത്തുകയാണ് വസീമിനൊപ്പം. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് പോലീസ് തൊട്ടുപുറകെ തന്നെ ഉണ്ടെന്നും അന്വേഷണം ഊർജിതമാണെന്നും. തങ്ങളെ പിടിക്കാൻ പോലീസ് മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ഇവർ ഗത്യന്തരമില്ലാതെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കുഞ്ഞ് മരണപ്പെടുകയും ഇവർ 2 പേരും പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിൽ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ഇതിൽ പറയുന്നത് എന്തെന്നാൽ ഈ കേസ് അന്വേഷിക്കുന്ന ആദ്യ സമയത്ത് തന്നെ തൊഴിലാളികളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചിലർ ലിജി പറയും പോലെ റിജോഷ് അത്ര അലമുണ്ടാക്കുന്ന ഒരാളല്ല എന്നും അയാൾ മദ്യപിക്കുന്നത് വല്ലപ്പോഴുമാണെന്നും പറഞ്ഞിരുന്നു. ഭാര്യയും മക്കളെയും കൊണ്ട് എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ എത്താറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിൽ തന്നെ ലിജിയിൽ പോലീസിന് ചെറിയൊരു സംശയം തോന്നി. ലിജിയുടെ ഫോണിൽ നാട് വിട്ടുപോയ റിജോഷ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ.
പക്ഷെ അത് റിജോഷ് അല്ലെന്ന് മാത്രം. പല നമ്പറുകളിൽ നിന്നും പല ആൾക്കാരെ കൊണ്ട് വസീമിൻ്റെ സഹോദരനാണ് വിളിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത ആ 2 വയസ്സുകാരുടെ ജീവനും നഷ്ടമായി. ബാക്കി 2 കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതെയുമായി. ഇവർക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്. ആ 2 കുഞ്ഞുങ്ങളെയും റിജോഷിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് വളർത്തുന്നത്, അവരുടെ സ്വന്തം മക്കളെപ്പോലെ. 3 മക്കളുള്ള ഒരു തള്ളയെ പ്രേമിച്ച വസീമിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.